സംഗീതമപി സാഹിത്യ സരസ്വതി സ്തനദ്വയ ഏകമാപാതി മധുരം അന്യതാലോചനാമൃതം. ഈ സാഹിത്യം കറക്റ്റായിട്ട് നമ്മൾ ഉച്ചരിച്ചാൽ മാത്രമേ ആ സംഗീതം അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവണ്ടേ. അവിടുന്ന് ഗാനം എന്നുള്ളത് കേട്ട് ആ ട്യൂൺ ആ വേർഡ്സ് നമുക്ക് മനസ്സിലായാലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ എന്ന് പറയുന്നത്. ഇത് പണ്ടുള്ള ആൾക്കാർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ശ്ലോകമാണ്. അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പുള്ളി സംസാരത്തിലൂടെ. അതാണ് സാറ് പറഞ്ഞേ അതൊന്ന് പറഞ്ഞേന്ന്. ഇല്ല, ഇപ്പൊ ഞാൻ ആലോചിക്കാം, ഞാനിപ്പൊ സംസാരം വിടണോ ഇല്ല പാട്ട് വിടണോ. ഏതെങ്കിലും ബിക്കോസ് സംസാരം വിട്ടാ ആരും കേൾക്കൂല, പാട്ട് വിട്ടാ തിരിച്ചാരും. അതല്ല, ഇതിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്. നമ്മളിവിടെ ഇരിക്കുമ്പോഴും ഈ കൊച്ചു കുട്ടികളിൽ നിന്നാണെങ്കിലും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയും പേര് ഇന്ന് പാടിയതിൽ നിന്ന് ശിവാംഗി എന്തു പഠിച്ചു? ഞാൻ കുറെ പഠിച്ചു. അതാണ് പറയണ്ടത്, അല്ലാണ്ട് വിടുന്നല്ല ഞാൻ പറയുന്നത്. ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ബിനി ചേച്ചിക്ക് ശിവാംഗിന് ഇതേപോലുള്ള ഫ്ലോറിലുള്ള കട്ട് കിട്ടണുള്ളൂ അല്ലെ? സത്യം സത്യം. വീട്ടിൽ ഉപദേശിക്കാനോ ചീത്ത പറയാനോ സമയം കിട്ടുന്നില്ല. അങ്ങോട്ട് പോകും. അപ്പം പിന്നെ മിക്കപ്പോഴും ഷീസ് ബിസി. സോ അതുകൊണ്ട് അങ്ങനെ കണ്ട് കിട്ടണത് ഇപ്പോഴാണ്. എന്താണ് അപ്പൊ പറയാനുള്ളതൊക്കെ പറയാനുള്ളത്? അതല്ല വീട്ടിൽ പറഞ്ഞ ഞാൻ ഒച്ച എടുക്കും എന്ന് പറഞ്ഞ എല്ലാം ഇവിടെ പറയാ. ഇവിടെ ആവുമ്പോ ഞാൻ മിണ്ടാതിരുന്ന് കേൾക്കുമല്ലോ.